nutrients. E essential nutrients are basically carbo, protein, fat, vitamins, minerals. Range essential nutrients, then a vital nutrient, then we need oxygen. ഇത് എല്ലാ ദിവസവുമാണ്. ഇതിനെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുക, ഈ 5 ന്യൂട്രിയൻസ്. ഇതിനകത്ത് കാർബോ, പ്രോട്ടീൻ, ഫാറ്റ് എന്നത് മാക്രോ ന്യൂട്രിയൻസ് വലിയ അളവിൽ വേണം. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ കോൾഡ് മൈക്രോ ന്യൂട്രിയൻസ്, കുറഞ്ഞ അളവിൽ വേണം. വെള്ളം വേണം, നമുക്കറിയാം. ഇതെല്ലാ ദിവസവും വേണം, ഏത് പ്രകൃതിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും. അപ്പൊ ഇതിനകത്ത് ചില പ്രധാന ന്യൂട്രീഷൻ റേഷ്യോസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പൊതുവെ നോക്കുന്നത് എവിടെയാണ്? ഗൂഗിളിലൊക്കെയാണ്, അല്ലെ? AI-യോടൊക്കെയാണ് ചോദിക്കുക. ആരുടെ കയ്യിലാണ് ഗൂഗിൾ ഫോണുള്ളത്? ഫോൺ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഗൂഗിളിലൊക്കെയുള്ള ഫോൺ ആരെങ്കിലും കയ്യിലാണ്? ഒന്നെടുക്കുക. ലിങ്ക് ടൈപ്പ് ചെയ്തോളൂ. മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിപ്രധാന ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ്? മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിപ്രധാന ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ്? അല്ലെങ്കിൽ പോഷക അനുപാതം എന്താണ്? അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത, അത് ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോ എന്തെങ്കിലും ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അതായത് സാധാരണ നമ്മൾ ഇത് നോക്കാറില്ല. നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യും, വൈറ്റമിൻ B12 നോക്കും. സാധാരണ രീതിയിൽ ആൾക്കാർ കുറവ് കാണുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ഓക്കെ, ഈ ഇൻഫ്ലമേഷൻ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരുപാട് രോഗങ്ങൾ, ഇപ്പം ആർത്രൈറ്റിസ്, അതിന്റെ അർത്ഥം എന്താ? ഐറ്റിസ്, അതായത് ദി ഇൻഫ്ലമേഷൻ ഓഫ് ദി joints, അല്ലെ? സോ ഐറ്റിസ് ഈസ് ഇൻഫ്ലമേഷൻ. നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഏതെടുത്താലും omega-6 മാത്രമാണ്. അതല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റോ മറ്റു ട്രാൻസ് ഫാറ്റോ അങ്ങനെ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ ചീത്ത ഫാറ്റാണ് നമുക്ക് കിട്ടുന്നത്, ആവശ്യമുള്ള ഫാറ്റ് കിട്ടുന്നില്ല. ഈ നല്ല ഫാറ്റിനെ പറയുന്നതാണ് omega-3. ഈ റേഷ്യോ നമ്മുടെ ശരീരത്തിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ട്